ക്രിയേഷൻ ആൻഡ് അപ്ഗ്രഡേഷൻ ഓഫ് സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചറാണ്. ഇതായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോട് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മളുടെ നാട്ടിൽ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്. ഇനിയും ഇപ്പോഴത്തെ അവസ്ഥയും നമ്മളുടെ സാധാരണ അവസ്ഥയും പറയാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഖേലോ ഇന്ത്യ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് അനുസരിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ ലോക്കൽ ബോഡീസിനോ യൂണിവേഴ്സിറ്റിക്കോ ഗവൺമെൻറ് കോളേജുകൾക്കോ ഈ ഫണ്ട് ലഭ്യമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ തലശ്ശേരി കോളേജിൽ, ബ്രണ്ടൻ കോളേജിൽ നമ്മൾ സ്റ്റേഡിയം പണിഞ്ഞു കൊടുത്ത് ഖേലോ ഇന്ത്യ സ്കീമിൻ്റെ അടിയിലാണ്. അത്ലറ്റിക് ട്രാക്ക് പണിയുന്നതിന് ഇപ്പോൾ ഗവൺമെൻറ് കൊടുക്കുന്ന ഫണ്ട് 8 ലൈൻ ട്രാക്കാണെങ്കിൽ 9.5 കോടി വരെ കൊടുക്കും. 4 ലൈൻ മാത്രമേ ഉള്ളെങ്കിൽ 6.5 കോടി വരെ കൊടുക്കും. ഹോക്കി ടർഫിനാണെങ്കിൽ സാധാ ഗ്രാസ് കോർട്ട് ഹോക്കി ടർഫാണെങ്കിൽ 2.6 കോടി കൊടുക്കുന്നു. സിന്തറ്റിക് ഹോക്കി ആണെങ്കിൽ 6.5 കോടി. ഇതൊക്കെ സൈറ്റിലുള്ളത് കൊണ്ടാണ് ഞാനത് വിശദമായിട്ട് പറയാതിരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് ജമ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മൾട്ടിപർപ്പസ് ഹോളിന് വേണ്ടിയാണെങ്കിൽ 60x40 മീറ്റർ ഉള്ള ഒരു മൾട്ടിപർപ്പസ് ഹോളിന് ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുക്കുന്ന എമൗണ്ട് 14 കോടിയാണ്, 14 crores. അതേസമയത്ത് വളരെ ചെറുത് 17.5 into 10 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുക്കുന്ന 1.75 crores. ഇനി ഞാനിതിൻ്റെ ഇഷ്യൂ കൂടെ പറഞ്ഞിട്ട് പ്രശ്നം അങ്ങ് നിർത്തിയേക്കാം. ഞാൻ ലോക്കൽ ഇഷ്യൂ റേസ് ചെയ്തു എന്ന് പറയരുത്. ഒരു 6-7 വർഷം മുമ്പ് എൻ്റെ ജില്ലാ ആസ്ഥാനത്തൊരു സ്റ്റേഡിയം പണിയുവാനുള്ള റിക്വസ്റ്റ് വന്നു. ഇവിടെ നിന്ന് എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്ത് സാധനം പോയി. അവിടെ നിന്ന് 7 കോടി രൂപയുടെ അപ്രൂവലും വന്നു. നമുക്ക് പറ്റുന്ന അബദ്ധം എന്താണെന്നറിയോ? നമ്മൾ ആദ്യം 7 കോടി രൂപ ബ്രാക്കറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ അതിനുള്ളിൽ നിൽക്കുന്ന ട്രെയിനിങ് ഫെസിലിറ്റിയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള ട്രെയിനിങ് ഫെസിലിറ്റി കൺസ്ട്രക്ട് ചെയ്യുന്നതും ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്യുന്നതും തമ്മിൽ രണ്ട് വ്യത്യാസം ഉണ്ടാവും. നമ്മളെപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് 5,000 ആൾക്കാർക്ക് ഇരിക്കാൻ കപ്പാസിറ്റി ഉള്ള കുറച്ച് ഷോപ്പിംഗ് കോംപ്ലക്സ് കൂടെ പണിഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു വലിയ സ്റ്റേഡിയം വേണം എന്ന് നമ്മൾ പണിയാൻ നമ്മൾ വിഭാവന ചെയ്യും. എന്നിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ പോയി ഈ പർട്ടിക്കുലർ സ്റ്റേഡിയം ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ട് ഏതാ സ്റ്റേഡിയം എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഈ പർട്ടിക്കുലർ സ്റ്റേഡിയത്തിന് എന്നെ ആദ്യം ചർച്ചയിൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഈ പ്രദേശം ഒരു ഗ്രാമപ്രദേശമാണ്, ഇത്ര വലിയ ഡിമാൻഡൊന്നും വരാൻ പോകുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഈ വലിയ സിറ്റിംഗ് കപ്പാസിറ്റി ഒന്നും വേണ്ട, 25,000 പേരുടെ ഒരു കോമ്പറ്റീഷൻ നടക്കത്തില്ല ഇവിടെ എന്ന് പറഞ്ഞു. കാർ പാർക്കിങ്ങിൻ്റെയും ഗ്രൗണ്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിടത്ത് നടക്കാതെ വന്നിട്ട് അവരാദ്യം ഒരു പ്രപ്പോസൽ കൊടുത്തു 14 കോടി രൂപയുടെ. ബാക്കി ഞങ്ങൾ ഫണ്ട് കൺസിഡർ ചെയ്തോളാമെന്ന് പറഞ്ഞു. 4 പ്രാവശ്യം ഉദ്ഘാടനം കഴിഞ്ഞു. ഇപ്പോൾ പുതിയ പ്രൊപ്പോസൽ കൊടുത്തിരിക്കുന്നത് 25 കോടിയുടെ ഒരു സ്റ്റേഡിയമാണ് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെയ്തത് എന്താണെന്നറിയാമോ? ഈ പ്രോജക്റ്റ് വയബിൾ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രോജക്റ്റിനെ അങ്ങ് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അതിനെ ലിസ്റ്റിൽ നിന്ന് നീക്കി. 7 കോടി കൊടുത്തത് പോലും പറ്റത്തില്ല എന്ന് നീങ്ങി. അതേ സമയത്ത് ഇപ്പോൾ 2 കോടി ഓൾറെഡി പൈൽ ഫൗണ്ടേഷന് വേണ്ടി ചിലവാക്കുകയും ചെയ്തു. എനിക്കിതിൽ നിന്നും പറയുവാനുള്ളത്, നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഫണ്ട് യൂസ് ചെയ്യുകയാണ് എങ്കിൽ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് നമ്മൾക്ക് കിട്ടുന്ന ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാനും അതിനപ്പുറത്തുള്ള എമൗണ്ട് നമ്മൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ ശ്രമിക്കരുത്. ഇത് നിങ്ങൾ ശ്രമിക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ട്. കാരണം കേരളത്തിലെ കേരളവും തമിഴ്നാട്ടിലെ സ്കീമുകളിലും ഫണ്ട് റിലീസ് ചെയ്യേണ്ടതിൻ്റെ അവകാശം നമ്മളുടെ കേരളത്തിൻ്റെ റീജിയണൽ ഡയറക്ടർ നമ്മുടെ കിഷോർ സാറിനാണ്. അദ്ദേഹത്തിന് ആദ്യം 10 കോടി രൂപ കൊടുത്തു കഴിഞ്ഞ് പിന്നെ മുകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് യൂസ് ചെയ്താന്ന് യൂട്ടിലൈസ് സർട്ടിഫിക്കറ്റ് തരാനാണ്. ഇദ്ദേഹം യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലെങ്കിൽ അടുത്ത സ്കീമിന് പൈസ കിട്ടാതിരിക്കുക. അടുത്ത സ്കീമിന് പൈസ കിട്ടാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ നമ്മളുടെ ഡെവലപ്മെൻറ്റ് മുന്നോട്ട് നീങ്ങത്തില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഉള്ളതിനെപ്പറ്റി പറയുവാനുള്ളത്, തീർച്ചയായിട്ടും നമ്മളൊരു സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുകയാണ് എങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ ഗൈഡ് ലൈൻസ് തന്നിരിക്കുന്നത് വളരെ വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ്. 14.5 കോടി രൂപയ്ക്ക് ഒരു ഇൻഡോർ സ്റ്റേഡിയം പണിയാമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ വളരെ ചെറിയൊരു സ്റ്റേഡിയം ആണെങ്കിൽ 3 കോടിക്ക് കിട്ടും ആ സൈസിൽ. അതിനകത്ത് തന്നെ ചേഞ്ച് റൂമും ബാത്റൂംസും ഓഫീസും എല്ലാം ഉള്ളൊരു ഡിസൈൻ തന്നെ അതിനകത്തുണ്ട്. ഡീവിയേറ്റ് ചെയ്തുകൊണ്ട്
ഒന്നുകിൽ നമ്മൾ സ്കീമിനെ ഡീവിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഫണ്ട് കൂടുതൽ ചോദിക്കും. ഇത് രണ്ടുമാണ് നമ്മളുടെ പല പ്രപ്പോസലും റിജക്റ്റ് ചെയ്ത് വരുവാനുള്ള കാരണങ്ങൾ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻസ് ഉണ്ടെങ്കിൽ ആ ഗൈഡ് ലൈൻസ് അനുസരിച്ചുള്ള പ്രപ്പോസൽ കൊടുക്കുക. അവരുടെ ഫൈനാൻഷ്യൽ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. 14.5 കോടി രൂപയാണ് ഇൻഡോസ്ട്രിയത്തിന് തരുന്നതെങ്കിൽ നമ്മൾ 25 കോടി രൂപയുടെ പ്രപ്പോസൽ കൊടുക്കുമ്പോൾ ബാക്കി 10.5 കോടി എങ്ങനെ മീറ്റ് ചെയ്യണമെന്ന് നമ്മൾ പറയണം. ഇവിടെ ചെയ്യുന്നത് എന്തറിയോ, ബാലൻസ് എമൗണ്ട് വിൽ ബി മെറ്റ് അറ്റ് ആൻ അപ്രോപ്രിയേറ്റ് ടൈം എന്നാണ് അവിടെ ചെല്ലുന്നത്. ഞങ്ങളെപ്പോലുള്ള ഗോസന്മാരായിരിക്കുന്നത് സമ്മതിക്കത്തില്ലല്ലോ, സമ്മതിക്കാൻ പറ്റത്തില്ല, നമുക്ക് അനുവദിക്കാനും പറ്റത്തില്ല. അതേസമയത്ത് അല്ല എങ്കിൽ കമാൻഡർ രാജഗോപാൽ പറഞ്ഞതുപോലെ നിങ്ങൾ CSR കോൺട്രിബ്യൂഷൻ്റെ കമ്മിറ്റ്മെൻറ്റ് വാങ്ങിക്കൊണ്ട് പോകണം. ദിസ് പർട്ടിക്കുലർ ഏജൻസി എഗ്രി ടു ഗിവ് us 6 crores rupees. അങ്ങനെ 6 കോടി രൂപ ഞങ്ങൾ ഇന്നടത്തുനിന്ന് ലഭിക്കുമെന്നൊരു കമ്മിറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് സ്കീമിനെ അക്സെപ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ഈ ഫയല് തിരിച്ചു വരികയോ മാറ്റിവെക്കപ്പെടുകയോ ചെയ്യും. അപ്പോൾ നമ്മൾ അവസാനം പറയും, നമ്മൾ കൊടുക്കുന്ന പ്രപ്പോസലൊന്നും കേന്ദ്രത്തിൽ നിന്ന് ക്ലിയർ ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറയും. നമ്മൾ കൊടുക്കുന്ന പ്രപ്പോസലുകൾ വയബിൾ അല്ലാത്തത് കൊണ്ടാണ് റിജക്റ്റ് ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ സംസ്ഥാനത്തിലെ മറ്റ് പലയിടത്തെയും യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് കൊണ്ടാണ് നമ്മുടെ പ്രപ്പോസൽ നടക്കാതെ പോകുന്നത്. മൂന്നാമത്തത്, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസാണ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഗവൺമെൻറ് ഗൈഡ് ലൈൻസിനെ കൃത്യമായിട്ട് വായിച്ചു മനസ്സിലാക്കി ആ ഗൈഡ് ലൈൻസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള പ്രപ്പോസൽ കൊടുക്കുക. അതിനപ്പുറത്തുള്ള പ്രപ്പോസലാണെങ്കിൽ അതിൻ്റെ ഫണ്ട് എവിടെ നിന്ന് കൊണ്ടു കൊടുക്കണം. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എന്താണെന്നറിയാം, ഒരു തെറ്റൂടെ ഞാൻ പറഞ്ഞേക്കാം. സിന്തറ്റിക് ട്രാക്കിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് 2 പ്രപ്പോസലാണ്. ഒന്ന് 8 ലൈൻ ട്രാക്ക് നമുക്കുണ്ടാക്കാം, അല്ലെങ്കിൽ 4 ലൈൻ ട്രാക്ക് ഉണ്ടാക്കാം. നമ്മളുടെ ഇവിടുത്തെ ആൾക്കാർ പലരും പലയിടത്ത് വിദേശങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്തിട്ട് അവസാനം നമ്മളൊരു പ്രപ്പോസൽ 9 ലൈൻ ട്രാക്കിൻ്റെ അങ്ങോട്ടും കൊടുക്കുന്നത് എന്താണെന്നറിയോ, കഴിഞ്ഞ ഒളിമ്പിക്സ് നടന്ന അത്ലറ്റിക് ട്രാക്ക് 9 ലൈൻ ആയിരുന്നു എന്നാണ് നമ്മുടെ ആർഗ്യുമെൻറ്റ്. ഞാനും സമ്മതിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, പത്തനംതിട്ടയിൽ ഒരു സ്റ്റേഡിയം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒളിമ്പിക്സ് അവിടെ നടക്കത്തില്ല എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ഞാൻ പത്തനംതിട്ട ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. നമ്മുടെ ഫെസിലിറ്റി ഇത്രയേ ഉള്ളൂ, നമുക്കിതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് എന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞത് അത്ലറ്റ്സിന് ഇൻ്റർനാഷണൽ ഫീച്ചേഴ്സ് ഉള്ള ഫെസിലിറ്റീനെ പറഞ്ഞിട്ടുള്ളൂ. വോളിബോൾ ഗ്രൗണ്ടിൻ്റെ അളവ് 9-18 ആണെങ്കിൽ 9-18 ഗ്രൗണ്ട് വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതാണ് ഇൻ്റർനാഷണൽ ഫെസിലിറ്റീസും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡും. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇൻ്റർനാഷണൽ ഗെയിം കണ്ടക്ട് ചെയ്യാനുള്ള കോമ്പറ്റീഷൻ ഫെസിലിറ്റി അല്ല വേണ്ടത്. ട്രെയിനിങ് ഫെസിലിറ്റിയുടെയും കോമ്പറ്റീഷൻ ഫെസിലിറ്റിയുടെയും വ്യത്യാസം മനസ്സിലാക്കുക, വയബിളായുള്ള സ്കീം നോക്കുക, ഖേലോ ഇന്ത്യ സ്കീംസിൻ്റെ പരമാവധി ഫെസിലിറ്റി അക്സെപ്റ്റ് ചെയ്യുക.